മോർണിംഗ് എല്ലാവർക്കും വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്നിപ്പോൾ സൺഡേ അല്ലേ, അപ്പം ഞാൻ ചുമ്മാ ഒരു എന്താ പറയുക, ഒരു റിലാക്സ്ഡ് റീഡിങ് എടുക്കാൻ പോവാം. ഓക്കെ, ഗൈഡൻസ് ആയിട്ടല്ല, ഇന്ന് ചുമ്മാ ഒരു രസം. ഓക്കെ, ഒരു ടോപ്പിക് ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങളെ കാണുമ്പോൾ മറ്റുള്ളവരെന്താ ചിന്തിക്കുന്നത് നോക്കാം. ഓക്കെ, നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർക്ക് എന്താ തോന്നുന്നത്, നിങ്ങൾ എങ്ങനെയുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് എന്താണ് എന്ന് മറ്റുള്ളവർ കാണുന്നവരെന്താ ചിന്തിക്കുന്നത്. നിങ്ങൾ ഏറ്റവും ക്ലോസ് ആയിട്ട് അറിയുന്നവരല്ല, പൊതുവെ പുറമേ ഉള്ള ആളുകൾ നിങ്ങളെ കാണുമ്പോൾ അവർക്ക് എന്താ തോന്നുന്നത്, നിങ്ങൾ എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ ആരാണ്, നിങ്ങളുടെ ലൈഫ് എന്താണ് എന്നാണ് മറ്റുള്ളവർ ചിന്തിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. ഓക്കെ, വെറുതെ ഒരു മാറ്റം വേണ്ടേ, എപ്പോഴും ഒരേപോലെ സീരിയസ് ടോപ്പിക്, ഒരേ ഗൈഡൻസ്. ഓക്കെ, കുറച്ചൊരു മാറ്റം ഇരിക്കട്ടെ. ഓക്കെ, മറ്റുള്ളവർ നിങ്ങളെ കാണുമ്പോൾ എന്താ ചിന്തിക്കുന്നത്, എന്താ തോന്നുന്നത്. ഓക്കെ, ലവേഴ്സ് എനർജി, അതെന്താ അത്? ഓക്കെ, Queen of Pentacles, King of Wands, Magician. ഡെവിൾ കാർഡ് ഞാൻ മറക്കേണ്ടി വരും. ഞാൻ അതിൻ്റെ മേലെ എന്തെങ്കിലും ഒരു ചെറിയ ബ്ലാങ്ക് ഇതാക്കി വിടും കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ എടുത്ത് മാറ്റിയിട്ടും കാര്യമില്ല. ഓക്കെ ഓക്കെ, അഗൈൻസ് കാർഡ്സിനെ കൊണ്ട് ഞാൻ തോറ്റു. ഇത് 8 of Swords ആണ്, Page of Cups, 3 of Wands, 9 of Wands, King of Cups, and Hierophant. Wow, okay. ഞാനൊരു സെൻസ് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യാണ്. ഇതിനെ ഇവിടെ വെക്കാൻ 8 of Swords കാർഡാണത്. 8 of Swords and Lovers. ഓക്കെ, ആക്ച്വലി നിങ്ങളെ കാണുന്ന ആൾക്കാർക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ 2 സിറ്റുവേഷൻ്റെ ഇടയിൽ നിങ്ങൾ പെട്ട് നിൽക്കുന്നതായിട്ടാണ് മറ്റുള്ളവർക്ക് തോന്നുന്നത്. മേ ബി ഇത് ലൈക്ക് നിങ്ങളെ അറിയുന്ന വ്യക്തികൾ തന്നെയായിരിക്കാം ഇങ്ങനെ ചിന്തിക്കുന്നത്. ഓക്കെ, നിങ്ങളെക്കുറിച്ച് അറിയുന്ന ആൾക്കാരായിരിക്കും, ലൈക്ക് നിങ്ങളുടെ ലൈഫിൽ എന്താ നടക്കുന്നത് എന്ന് അറിയുന്ന ചില വ്യക്തികളായിരിക്കാം, അവരുടെ ഒപ്പീനിയൻ ആയിരിക്കാം. ഓക്കെ, കൂടുതലും കാരണം നിങ്ങളെ ക്ലോസ് ആയിട്ട് അറിയുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സ് ആയിരിക്കാം, മേ ബി. എനിക്ക് ക്ലോസ് ഫ്രണ്ട്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും, നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയുന്ന വ്യക്തികൾ, നിങ്ങളുടെ കാര്യങ്ങൾ അറിയുന്ന വ്യക്തികളായിരിക്കും. ഓക്കെ, അവരുടെ ഭാഗത്ത് നിന്ന് അവർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എവിടെയോ ഒരു സ്റ്റക്കായിട്ട് നിൽക്കുന്ന പോലെ, അതായത് നിങ്ങൾ ചില സിറ്റുവേഷനിൽ പെട്ട് നിൽക്കുന്ന പോലെ അവർക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾ ശരിക്കും നിങ്ങളുടെ വെൽവിഷറായിട്ടേ ഞാൻ കാണുള്ളൂ. ഓക്കെ, നിങ്ങളുടെ നിങ്ങളെ റോങ് ആയിട്ടല്ല അവർ ചിന്തിക്കുന്നത്. അവർക്ക് നിങ്ങളെക്കുറിച്ച് ഓർത്തുള്ള ടെൻഷനാണെന്ന് വേണമെങ്കിൽ പറയാം. അവർക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു റോങ് റിലേഷൻഷിപ്പിൽ പെട്ട് നിൽക്കുകയാണ് എന്നാണ് തോന്നുന്നത്. സോറി, ഇത് റിലേഷൻഷിപ്പിൻ്റെ കാര്യം വന്നു വളരെയധികം. ഇത് കരിയറിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാൻ ഞാൻ ശ്രമിക്കാം. കരിയർ അല്ലെങ്കിൽ ജനറലായിട്ട് ഞാൻ പറയാൻ ശ്രമിക്കാം. ബട്ട് ഇതിൽ കൂടുതലും കുറച്ച് പേർക്ക് തോന്നുന്നത്, നിങ്ങളുടെ ക്ലോസ് ആയിട്ടാണ്, നിങ്ങളെ അറിയുന്നവർക്ക് നിങ്ങളോട് പറയുന്നുണ്ടാവാം. മേ ബി നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ആയിരിക്കാം, അവർ നിങ്ങളോട് പറയുന്നുണ്ടാവും ദാറ്റ് നിങ്ങൾ ഏതോ ഒരു റിലേഷൻഷിപ്പിൽ പെട്ട് നിൽക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് നല്ലതല്ല എന്ന് പറയുന്ന പോലെയാണ്. ഓക്കെ, നിങ്ങളൊരു റോങ് റിലേഷൻഷിപ്പിൽ പെട്ട് നിൽക്കുന്ന പോലെ. അതിപ്പോൾ മാരീഡ് ആവാം, നിങ്ങളിപ്പോൾ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ മേ ബി നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ സംസാരിക്കുമ്പോൾ അങ്ങനെ ആയിപ്പോകുന്നതാണ്. എൻ്റെ ഇവിടെ ക്വീൻ ഓഫ് പെന്റക്കിൾസ് ഒക്കെ വന്നുകൊണ്ടാണ്, ക്ഷമിക്കാം. ഓക്കെ, ഹസ്ബൻഡ് ആവാം, വൈഫ് ആവാം. സോ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫിൻ്റെ ഭാഗത്തു നിന്നുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന രീതിക്കായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ബന്ധത്തിൽ പെട്ടിട്ടുണ്ടാവും. ലൈക്ക് നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണെങ്കിലും, നിങ്ങൾ സിംഗിൾ ആണെങ്കിലും ശരി, എന്തായാലും ശരി, മേ ബി നിങ്ങളൊരു റോങ് റിലേഷൻഷിപ്പിൽ പോയി പെട്ട ഒരു കാര്യം മറ്റുള്ളവർ നിങ്ങളോട്, ആക്ച്വലി അവർക്ക് തോന്നുന്നുണ്ട് ദാറ്റ് നിങ്ങളൊരു റോങ് റിലേഷൻഷിപ്പിലാണ് നിൽക്കുന്നത് എന്നാണ് തോന്നുന്നത്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ലതല്ലാത്തൊരു കാര്യത്തിൽ, ഒരു ടോക്സിക് സിറ്റുവേഷനിലാണ് നിങ്ങൾ പെട്ട് നിൽക്കുന്നത്. ഇത് കരിയറിൻ്റെ കാര്യമല്ല ഇവിടെ കൂടുതലും. ഓക്കെ, ഇത് മെയിൻലി അവർ നിങ്ങളുടെ ലൈഫിൽ 2 വ്യക്തികൾ ഉണ്ടാവാം. കിങ് ഓഫ് വാൻസ് ഉണ്ട്, കിങ് ഓഫ് കപ്സ് ഉണ്ട്. സോ 2 വ്യക്തികളുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, ആ 2 വ്യക്തികളിൽ ഒരാൾ നിങ്ങൾക്ക് ലൈക്ക് നല്ലതല്ല. ഇവിടെ മജീഷ്യൻ കാർഡ് ഉണ്ട്, മജീഷ്യൻ ആൻഡ് കിങ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. സോ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതല്ല.
ഓക്കെ, ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നിയിട്ട് നിങ്ങൾ ആരോടെയും അടുത്ത് കാണാം. ഓക്കെ, ആ വ്യക്തി പക്ഷെ നിങ്ങൾക്ക് നല്ലതായിട്ടല്ല എനിക്കിവിടെ കാണുന്നത്. ഓക്കെ, അതൊരു റോങ് ചോയ്സ് ആയിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ ഇനിയിപ്പോൾ മാരേജ് വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ആലോചന വന്നിട്ടുണ്ടെങ്കിൽ അതിൽ മേ ബി നിങ്ങൾ രണ്ട് ആലോചന വന്നിട്ടുണ്ടാവാം, 2 പേര് നിങ്ങളുടെ ലൈഫിലുണ്ടാവാം. ഓക്കെ, അതിൽ ഒരാൾ നിങ്ങൾക്ക് നല്ലതല്ല എന്നുള്ളതാണ്. ആൻഡ് അതൊരു ടോക്സിക് റിലേഷൻഷിപ്പിൽ സിറ്റുവേഷനിലാണ് എനിക്ക് കാണുന്നത്. ആൻഡ് മറ്റുള്ളവർ ആക്ച്വലി പറയുന്നത് നിങ്ങൾ എവിടെയോ ആ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യേണ്ടതുണ്ട് എന്ന രീതിയിലാണ് ചിലവർ പറയുന്നത്. ഐ മീൻ നിങ്ങളെ ഫ്രണ്ട്സൊക്കെ ചിന്തിക്കുന്നത്. ഓക്കെ, ഐ തിങ്ക് യെസ്, ഒരു ഫ്രണ്ട് തന്നെ ആയിരിക്കാം. ഫ്രണ്ട് നിങ്ങളുടെ വെൽവിഷറാണ് ഇത് ചിന്തിക്കുന്നത് കൂടുതലും. ഓക്കെ, നിങ്ങളോട് പറയുന്നുണ്ടാവും ചിലപ്പോൾ ഇത് മോസ്റ്റ്ലി അവരുടെ ഒരു മെസ്സേജ് ആയിട്ട് നിങ്ങളൊന്ന് എടുത്തോളൂ. ഓക്കെ, ഐ തിങ്ക് നിങ്ങളോട് ആരും അഡ്വൈസ് ആയിട്ട് പറയുന്നുണ്ട്, അതായത് നിങ്ങൾ ഏതോ റോങ് സിറ്റുവേഷനിൽ പെട്ടെന്ന് ഇപ്പോൾ ഹസ്ബൻഡ് ഓർ വൈഫോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ടോക്സിക് റിലേഷൻഷിപ്പിൽ ഈവൻ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ആരെങ്കിലും നിങ്ങളെ മിസ്ട്രീറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ മാറണം എന്നുള്ളൊരു അഡ്വൈസാണ് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ. മീൻസ് നിങ്ങളെ അറിയുന്ന ആൾക്കാർ പറയുന്നത് അങ്ങനെയാണ്. നിങ്ങൾ ബൗണ്ടറി വെക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ പൊട്ടൻഷ്യൽ ഉണ്ട്, അവർ നിങ്ങളുടെ പൊട്ടൻഷ്യൽ കാണുന്നുണ്ട്. നിങ്ങളെ അറിയുന്നവർ നിങ്ങളുടെ പൊട്ടൻഷ്യൽ കാണുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണെന്ന് അവർക്കറിയാം. നിങ്ങൾക്ക് ഗ്രോത്ത് കരിയറിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു അബണ്ടൻസ് വരാനുള്ള സാധ്യതയാണ്. നിങ്ങൾക്ക് വളരെയധികം കഴിവുകളുള്ള വ്യക്തിയാണ്. ഓക്കെ, നിങ്ങൾ പക്ഷേ ഇപ്പം നിങ്ങൾ ചെയ്യുന്നത്, ഓക്കെ, ഇപ്പം നിങ്ങൾ ഏത് കാര്യത്തിലാണോ നിങ്ങൾ പെട്ട് നിൽക്കുന്നത്, ഡെവിളാണ്. ലവേഴ്സ് എനർജിയിൽ ഇവിടെ തേർഡ് പാർട്ടി എനർജി എന്ന രീതിക്കാണ്. സോ 2 വ്യക്തികളാവാം നിങ്ങളുടെ ലൈഫിൽ, അല്ലെങ്കിലും പോട്ടെ എങ്ങനെയായാലും ശരി. ഈവൻ ഒരു നിങ്ങളുടെ ഒരു ടോക്സിക് ആയിട്ടൊരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാം. തേർഡ് പാർട്ടി ലൈക്ക് പേഴ്സൻ്റെ ഭാഗത്ത് വരുന്നെങ്കിൽ ചീറ്റിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളോ നടക്കുന്നുണ്ടാവാം. നിങ്ങൾ അറിയുന്നുണ്ടാവില്ല. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ അറിയുന്നില്ല, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ പെട്ട് നിൽക്കുന്ന പോലെയാണ്. ഓക്കെ, ഇവിടെ സ്റ്റക്കായിട്ടുള്ളതാണ് കാണുന്നത്. 8 ഓഫ് സോഡ്സ് നമ്മൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നതാണ്. സോ ഇവിടെ പറയുന്നത് നിങ്ങൾ അറിയുന്ന ആൾക്കാർ, വളരെ ക്ലോസ് ആയിട്ട് നിങ്ങൾ അറിയുന്ന ആളാണ്. അവർ ചിന്തിക്കുന്നത് ഓക്കെ എന്താണെന്നറിയില്ല, അങ്ങനത്തെ ഒരു മെസ്സേജ് വന്നു. മേ ബി യൂണിവേഴ്സ് നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കാം ഈ മെസ്സേജ്. സോ നിങ്ങൾ എവിടെയോ ടോക്സിക് റിലേഷൻഷിപ്പിൽ പെട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങളെ ഒരു ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്തിയ പോലെയാണ്. ഓക്കെ, ആരുടെയോ ഒരു മാജിക് സ്പെല്ലിൽ നിങ്ങൾ വീണ പോലെയാണ്. ഓക്കെ, നിങ്ങൾ എവിടെയോ അഡിക്റ്റായി പോയ പോലെയാണ് കാണുന്നത്. ഡെവിൾ എനർജിയും മജീഷ്യനൊക്കെ കാണുമ്പോൾ നമ്മൾ പറയുമ്പോഴേക്ക് വളരെയധികം നിങ്ങൾ ഐ തിങ്ക് അവരുടെ ഒരു എന്തില്ല പറയുക, നമ്മൾ അവരുടെ ആ ഒരു മാസ്മരികതയോ എന്തൊക്കെയോ വാക്കുകൾ വരുന്നു എനിക്ക്. നിങ്ങൾ അതിലിങ്ങനെ പോയി പെട്ട പോലെയാണ് കാണുന്നത്. വല്ലാതെ അവർ നിങ്ങളെ അട്രാക്ട് ചെയ്തെടുക്കുക, നിങ്ങളെ വല്ലാതെ പിടിച്ചു വെക്കുന്ന ഒരു തരത്തിലുള്ള ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അതിൽ നിന്ന് നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ പൊട്ടൻഷ്യൽ ഉണ്ട് ഇവിടെ. ക്വീൻ ഓഫ് പെന്റിക്കിൾസ് ആണ്. ക്വീൻ ഓഫ് പെന്റിക്കിൾസ് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം കഴിവുള്ള വ്യക്തിയാണ്. നിങ്ങൾ വളരെ ലൈക്ക് മേ ബി കരിയറൊക്കെ നല്ല സ്ഥിതിയിലെത്താൻ പറ്റുന്ന വ്യക്തികളായിരിക്കും. ബട്ട് അതിലൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ഐ തിങ്ക് നിങ്ങളിപ്പോൾ ആ ടോക്സിക് റിലേഷൻഷിപ്പ് കാരണം മേ ബി നിങ്ങളുടെ ആ ഒരു പൊട്ടൻഷ്യൽ കൂടി ഇല്ലാതെ ആവുന്നു എന്നായിരിക്കും. ഓക്കെ, ഇവിടെ അഗെയിൻ ആക്ച്വലി തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ വളരെ സ്ട്രോങ് ആണ്. ഇത് റിലേഷൻഷിപ്പ് അല്ല ഞാൻ പറയുന്നത്. ബട്ട് ഐ തിങ്ക് നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ അറിയുന്ന ആൾക്കാർ പറയുന്നത് അതായത് നിങ്ങൾ എവിടെയോ റോങ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ പോയി പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു ടോക്സിക് സിറ്റുവേഷനിലാണ്, അതിൽ നിന്ന് നിങ്ങൾ മാറണം എന്ന രീതിയിലാണ്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ജോലി കരിയർ അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞാലും മേ ബി നിങ്ങളുടെ ജോലി സ്ഥലത്ത് ഓക്കെ നിങ്ങളെ മിസ്ട്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ടാവാം. ഓക്കെ, അവിടെ ടോക്സിക് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക്. ബട്ട് ഇത് അതിനേക്കാൾ കൂടുതൽ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് റിലേഷൻഷിപ്സ് ആണ്. സോ നിങ്ങൾ ആരടുത്തും അട്രാക്റ്റ് ആയിട്ട് പോയതായിരിക്കാം. ഓക്കെ, ആ ഒരു സാധനം പക്ഷെ അത് നിങ്ങളെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ടോക്സിക് ആയിട്ട് നിങ്ങളെ ബാധിക്കുന്നുണ്ട്. നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് വരെ ബാധിക്കപ്പെടുന്നുണ്ടാവാം. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശരിക്കും സ്റ്റക്കാണ്. നിങ്ങൾക്ക് തിരിച്ചറിയുന്നുണ്ട് യെസ് നിങ്ങളും റോങ് സിറ്റുവേഷനിലാണെന്നുള്ളത്. നിങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെ പറയുന്നുണ്ടാവും, ഫാമിലി പറയുന്നുണ്ടാവും നിങ്ങൾ ശരിയല്ല ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ടാവും. ബട്ട് ഐ തിങ്ക് നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യാൻ ഇപ്പോൾ തയ്യാറല്ല. ഓക്കെ, നിങ്ങളോട് അവർ പറയുന്നത്, നിങ്ങളെ അറിയുന്ന ആൾക്കാർ പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ കെയർ ചെയ്യുന്ന വേറൊരു വ്യക്തിയുണ്ട്. ഓക്കെ, മേ ബി ഈ ലൈക്ക് ആരോ ആയിക്കോട്ടെ. ഓക്കെ, വേറൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലുണ്ട്. ലൈക്ക് ഒരു ലേഡി ആവാം, ജെൻസ് ആവാം, അങ്ങനെ എടുത്തോളൂ നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ. ഓക്കെ, നിങ്ങളെ സ്നേഹിക്കുന്ന കെയർ ചെയ്യുന്ന വേറെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ വേറെ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലുണ്ടാവും. ഓക്കെ, ബട്ട് അത് നിങ്ങൾ തിരിച്ചറിയുന്നില്ല. നിങ്ങൾ അവിടെ ലൈക്ക് നിങ്ങൾ ബൗണ്ടറി വെക്കേണ്ട അവിടെ നിങ്ങൾ വെക്കുന്നില്ല എന്നാണ്. ഓക്കെ, അതായത് ഈ ടോക്സിക് റിലേഷൻഷിപ്പിനെ നിങ്ങൾ വിട്ട് കളയേണ്ടതാണ് ശരിക്കും. ബട്ട് അത് നിങ്ങൾ വിട്ട് മാറാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. കിങ് ഓഫ് വാൻസ് നമ്മൾ ഒരു ഫ്രണ്ട് ആയിട്ടുള്ള ആരെങ്കിലും, ബട്ട് അത് ടോക്സിക് ആണ് നിങ്ങൾക്ക്. ഓക്കെ, ഫ്രണ്ട് ആയാലും ശരി, റിലേഷൻ ആയാലും ശരി, ഒരു ടോക്സിക് കാര്യത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അത് നിങ്ങൾക്ക് നല്ലതല്ല എന്ന് പറയുന്നുണ്ട് യൂണിവേഴ്സ്. ഓക്കെ, നിങ്ങളോട് പറയുന്നുണ്ട് അവിടെ ഒരു ബൗണ്ടറി വെക്കാൻ. ആൻഡ് നിങ്ങളുടെ ലൈഫിൽ ആക്ച്വലി ആ ഒരു ബൗണ്ടറി വെച്ച് നിങ്ങൾ നോ പറയാൻ പഠിക്കുക, ഒന്നാമത്തെ കാര്യം. ഓക്കെ, മേ ബി വളരെ ഫ്രണ്ട് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, മേ ബി നല്ല ക്ലോസ് ആയിട്ടുള്ള ഏതെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഓക്കെ നിങ്ങളെ ഒരുപാട് മിസ്യൂസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ, മിസ്ട്രീറ്റ് ചെയ്യപ്പെടുന്നു എന്നുണ്ടെങ്കിൽ, ജോലി സ്ഥലത്തായാലും ഓക്കെ കൊളീഗ്സ് ആരെങ്കിലും നിങ്ങളെ മിസ്ട്രീറ്റ് ചെയ്യുന്നു അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അവിടെയും നിങ്ങൾ ബൗണ്ടറി വെക്കാൻ പഠിക്കണം. ഓക്കെ, നിങ്ങൾ ബൗണ്ടറി വെക്കാൻ നിങ്ങൾക്ക് അറിയില്ല. ഓക്കെ, മേ ബി നിങ്ങൾ ഒരുപാട് ഗിവിങ് നേച്ചറാണ്, വേറൊന്നുമല്ല, നിങ്ങൾ അങ്ങോട്ട് വല്ലാതെ എപ്പോഴും മറ്റുള്ളവരെ സ്നേഹിക്കാനും കെയർ ചെയ്യാനും ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു
ഐ തിങ്ക് ഇപ്പം നിങ്ങൾ ഈ പെട്ടിരിക്കുന്ന അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നതും. ഓക്കെ, കാരണം നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. നിങ്ങൾക്ക് നോ എന്ന് പറയാനോ അല്ലെങ്കിൽ അവർ തെറ്റാണ് എന്ന് പറയാനോ വിട്ടുകളയാനോ നിങ്ങൾക്ക് ഐ തിങ്ക് സാധിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് ആയാലും നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട് ആയാലും ആരായാലും ഓക്കെ, നിങ്ങളെ വെൽവിഷേഴ്സ് ആയിട്ട് ആരെങ്കിലും ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഹൈറോഫൻ്റാണ് വന്നിരിക്കുന്നത്. ഹൈറോഫൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ഒരു യൂണിവേഴ്സിൻ്റെ പ്രസൻസ് നമുക്ക് പറയാം, അല്ലെങ്കിൽ നിങ്ങളെ ലൈക്ക് വെൽവിഷർ ആയിട്ടുള്ള ആരെങ്കിലും ഓക്കെ, നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട് ആവാം, അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ആവാം, അറിവുള്ള വ്യക്തികളായിരിക്കാം. ഓക്കെ, അവർ പറയാൻ ശ്രമിക്കുന്നത് നിങ്ങളോട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേറെ അബണ്ടൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. 10 of Pentacles. ഓക്കെ, നിങ്ങൾക്ക് കരിയറിൽ എല്ലാത്തിലും ഗ്രോത്ത് ഉണ്ട്. അഗെയിൻ യെസ്, യു ഹാവ് ടു കം ഔട്ട് ഓഫ് ദിസ്, യു ഹാവ് ടു എൻഡ് സം സിറ്റുവേഷൻ എന്ന രീതിക്കാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ചില സിറ്റുവേഷൻസ് നിങ്ങൾ പെട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ നിങ്ങൾ എൻഡ് ചെയ്യണം എന്ന രീതിക്കാണ് എനിക്ക് ഇവിടെ കാണുന്നത്. അതാണ് നിങ്ങളെ അറിയുന്ന ആൾക്കാർ അതാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, നിങ്ങൾ മാറാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ മാറാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാവില്ല, ചിലപ്പോൾ അതായിരിക്കാം. ബട്ട് അവർ പറയുന്നത് ലൈക്ക് അവർ മനസ്സിലാക്കുന്നുണ്ട് ദാറ്റ് നിങ്ങൾ എന്തിലോ പോയി പെട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത്. ആൻഡ് അവർ നിങ്ങൾക്ക് വേണ്ടി കൺസേൺ ആണ് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, അവർ നിങ്ങളെക്കുറിച്ച് കൺസേൺ ഉണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് ആക്ച്വലി വേറെ വളരെ നല്ല അബണ്ടൻസ് ആണ് വരാൻ ഉള്ളത്. ആക്ച്വലി യൂണിവേഴ്സും പറയുന്ന അതാണ്, നിങ്ങൾക്ക് നല്ല അബണ്ടൻസ് ഉണ്ട് വേറെ. ഓക്കെ, ഐ തിങ്ക് നിങ്ങളുടെ കയ്യിലുള്ള വേറെ നല്ലത് നിങ്ങൾ തിരിച്ചറിയുന്നില്ല, അല്ലെങ്കിൽ വേറെ വരും ചിലപ്പോൾ. ഓക്കെ, ന്യൂ ആയിരിക്കാം വരുന്നത്, ചിലപ്പോൾ അങ്ങനെയാവാം. ഓക്കെ, ഒരു വ്യക്തി നിങ്ങളെ കെയർ ചെയ്യാനുള്ള ഒരു വ്യക്തി വേറെ വരുമായിരിക്കും. ബട്ട് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ഈ ടോക്സിക് സിറ്റുവേഷനിൽ നിങ്ങൾ വിട്ടു മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അബണ്ടൻസ് ആണ് ഇവിടെ. ഓക്കെ, സോ അബണ്ടൻസിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുമെന്നുള്ളതാണ്. 10 of Pentacles ഉണ്ടായിരുന്നു. സോ യെസ്, ഹാപ്പി ഫാമിലി അല്ലെങ്കിൽ ഹാപ്പി ലൈഫ് എന്ന രീതിക്കാണ്, ഫൈനാൻഷ്യൽ അബണ്ടൻസ് ആണ് കാണുന്നത്. പക്ഷേ ഐ തിങ്ക് ആ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരാനാണ് ആദ്യം നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കാൻ പഠിക്കുക. ഓക്കെ, സോ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെക്കുറിച്ച് പറയുന്ന അതാണ്, അതായത് നിങ്ങളിപ്പോൾ പെട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ നിങ്ങൾക്ക് നല്ലതല്ല, അത് വിട്ട് കളയൂ എന്ന രീതിയിലാണ് അവർ പറയുന്നത്. ഓക്കെ, ഞാൻ വേറെ ഡെക്കുന്ന മെസ്സേജസ് ആയിട്ട് എടുക്കാം. അവരുടെ ഭാഗത്ത് നിന്ന് ഐ മീൻ ജസ്റ്റ് നോക്കാം, നമുക്ക് യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കട്ടെ. മറ്റുള്ളവർ തിരിച്ചറിയുന്നുണ്ട് ദാറ്റ് മേ ബി നിങ്ങളെ സഹായിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടാവാം, അതുകൊണ്ടായിരിക്കാം. ഫ്രണ്ട്സോ ഫാമിലിയോ. ഓക്കെ, സ്പീക്ക് യുവർ മൈൻഡ്. Meditation for creativity, transformation and change, എയർ മാജിക്. ഇത് നമ്മുടെ നേരത്തെ കണ്ട കിങ് ഓഫ് കപ്സ് എനർജി പോലെയാണ്. എയർ എന്ന് പറയുമ്പോൾ നമ്മൾ കപ്സ് എനർജി ആണ്. സോ നേരത്തെ വന്ന കിങ് ഓഫ് കപ്സ് ആയിട്ട് എടുക്കാം ഐ തിങ്ക്. ഓക്കെ, അഗെയിൻ മെഡിറ്റേഷൻ ഫോർ ക്ലാരിറ്റി. ഓക്കെ, മെഡിറ്റേഷൻ 2 തവണ വന്നിട്ടുണ്ട് ഇവിടെ. അഫർമേഷൻ ഫോർ ഹീലിംഗ് ദ ഹാർട്ട്. യെസ്, ഓക്കെ, മേ ബി നിങ്ങൾ ഓൾറെഡി ആ ടോക്സിക് സിറ്റുവേഷൻ പുറത്ത് വന്ന് കാണാം കേട്ടോ, അങ്ങനെയും പറയാം. ഓക്കെ, ക്ലെൻസിങ് ബോഡി ആൻഡ് സ്പിരിറ്റ്. ഓക്കെ, മതി. നിങ്ങൾ ലേൺ ഫ്രം ലൈഫ്. യെസ്, ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് താങ്ക്സ്, ദാറ്റ്സ് ഫൈൻ. ഓക്കെ, ലേൺ ഫ്രം ലൈഫ് എന്നാണ് പറയുന്നത്, നിങ്ങളോട് പറയുന്നത്. ഓക്കെ, നിങ്ങളിപ്പോൾ സപ്പോസ് ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സ് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഓക്കെ, യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് വേറെ നല്ല ബ്ലെസ്സിങ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതായിരിക്കാം, കിങ് ഓഫ് കപ്സ് എനർജി ആയിരിക്കും. ഓക്കെ, വേറൊരു കിങ് ആവണമെന്നില്ല, ക്വീനും ആയിരിക്കും, നിങ്ങൾ എടുത്തോളൂ. എന്താണെന്ന് വെച്ചാൽ ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഒരു വേറെ വ്യക്തി, നിങ്ങളെ സ്നേഹിക്കുന്ന കെയർ ചെയ്യുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ വരും. നിങ്ങളോട് പറയുന്നത് പാസ്റ്റ് ലൈഫ് ലെസൺസ് അതിൽ നിന്ന് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഏതെങ്കിലും ടോക്സിക് റിലേഷൻഷിപ്പിലൊക്കെ ആയിരുന്നെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ പഠിക്കുക എന്നൊരു ലെസൺ, ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ. ഓക്കെ, 2 തവണ ഇവിടെ മെഡിറ്റേഷൻ്റെ കാര്യം വന്നു. സോ നിങ്ങളോട് വളരെയധികം ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു മെസ്സേജാണ് ഇവിടെ, വളരെ സ്ട്രോങ് മെസ്സേജാണ്. മെഡിറ്റേറ്റ് ചെയ്യുക. ഓക്കെ, മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വളരെ ഡീപ്പായിട്ട് അങ്ങനെ പോകണം നിർബന്ധമൊന്നുമില്ല. കണ്ണടച്ച് കുറച്ച് നേരം എന്തെങ്കിലും നിങ്ങളുടെ വിശ്വാസം ഏതാണോ അതിനനുസരിച്ചിട്ട് ഒന്നുമില്ലെങ്കിൽ ജസ്റ്റ് മെഡിറ്റേഷൻ മ്യൂസിക് പോലെ എന്തെങ്കിലും വെക്കുക, അത് വെക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഓം ചാൻറ്റിങ് ചെയ്യുന്ന അങ്ങനത്തെ എന്തെങ്കിലും ചെയ്ത് നിങ്ങൾ കുറച്ച് നേരം നിങ്ങളുടെ ഇഷ്ട ദൈവം ഏതാണോ അവരെ വിളിച്ച് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് കണ്ണടച്ചിരുന്ന് അങ്ങനെ മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിക്കുക. ക്വസ്റ്റ്യൻസ് ദൈവത്തിനോട് ചോദിക്കുക, നിങ്ങളുടെ മനസ്സിലുള്ളത് അതിനൊരു ക്ലാരിറ്റി തരാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ക്ലാരിറ്റി വരും എന്നാണ് കാണുന്നത്. അതിനുവേണ്ടി പക്ഷെ മെഡിറ്റേറ്റ് ചെയ്യാൻ പറയുന്നത്, അല്ലെങ്കിൽ ജസ്റ്റ് ശാന്തമായിട്ടിരിക്കുക. ഓക്കെ, ഓവർ തിങ്കിങ് നിങ്ങളുടെ മൈൻഡിനെ നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്ത് വെക്കുക. ഓക്കെ, ദൈവമായിട്ട് യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക കൂടുതലും. ഓക്കെ, ആൻഡ് മെഡിറ്റേഷൻ ഫോർ ക്രിയേറ്റിവിറ്റി ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് വളരെ കഴിവുള്ളൊരു വ്യക്തിയാണ്, നിങ്ങൾ ആ കഴിവുകളൊക്കെ ഐ തിങ്ക് ഇല്ലാതെയായിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് പെട്ട ശേഷം ഐ തിങ്ക് എല്ലാം ഇല്ലാതെയായി കാണും. സോ ഇവിടെ പറയുന്നത് നിങ്ങൾ അതൊക്കെ ഒന്ന് വീണ്ടും തിരിച്ചെടുക്കാം. ഓക്കെ, അതിനും മെഡിറ്റേഷൻ ആവശ്യമായിട്ട് പറയുന്നുണ്ട്.
ആൻഡ് സ്പീക്ക് യുവർ മൈൻഡ് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് നിങ്ങൾ എടുക്കാൻ തുടങ്ങാം. ഓക്കെ, എവിടെ ആരുടെ മുമ്പിൽ എത്ര വിട്ടുകൊടുക്കണം, എത്ര ബൗണ്ടറി, ആരോട് നിങ്ങൾക്ക് നോ പറയാൻ പഠിക്കുക. ഒന്നാമത്തെ കാര്യം ആൻഡ് നിങ്ങളെ ആരെങ്കിലും മിസ്ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് പറയാൻ സാധിക്കണം, ഇല്ല നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ്, എനിക്കിത് പറ്റില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കണം. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളാണ് പറയുന്നത്. ആൻഡ് നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ സഹിച്ച് നിൽക്കാൻ നിങ്ങൾ പാടില്ല ഒരിക്കലും. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങളോട് പറയുന്ന ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ചേഞ്ച് ആണ് പറയുന്നത്. സോ എന്തോ ആൻഡ് ഇവിടെ ഇതുണ്ടോ, എവിടേക്കോ നിങ്ങൾ ബാക്കിൽ ഡാർക്ക്നെസ് ആയിരുന്നു, ഇനി ലൈറ്റിലേക്ക് നിങ്ങൾ നടക്കുകയാണ്. സോ നിങ്ങളോട് പറയുന്ന ചിലത് പിന്നിൽ ഉപേക്ഷിക്കാനാണ് പറയുന്നത്. ഓക്കെ, മുന്നോട്ട് പോകാനാണ് പറയുന്നത്. ആൻഡ് മുന്നോട്ട് പോകുമ്പോൾ നോക്കൂ, നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് സന്തോഷങ്ങളാണ്, വെയിറ്റ് ചെയ്തിരിക്കുന്നത് വെളിച്ചമാണ് വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ചിലത് പിന്നിൽ ഉപേക്ഷിക്കുമ്പോൾ ആ ടോക്സിക് റിലേഷൻഷിപ്പിൽ നിങ്ങൾ പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ പുറത്ത് വരാൻ വേണ്ടി നിങ്ങൾ ചെയ്യണം. ഓക്കെ, റിലേഷൻഷിപ്പ് ആവണമെന്നില്ല, സിറ്റുവേഷൻ എന്ത് തന്നെ ആയിക്കോട്ടെ. ഇപ്പം നമ്മൾ ജോലി കരിയറിൽ അല്ലെങ്കിൽ ബോസ് ആയാലും മിസ്ട്രീറ്റ് ചെയ്യുന്നു, നിങ്ങളെ ഒരുപാട് വർക്ക് തരുന്നു, കൊളീഗ്സ് നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നില്ല, ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് എവിടെയായാലും ശരി. ഓക്കെ, അവിടെ നിങ്ങൾ സംസാരിക്കണം, നിങ്ങൾ സ്പീക്ക് യുവർ മൈൻഡ്. ഓക്കെ, നിങ്ങളെ വേദനിപ്പിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങൾ എവിടെ നോ എന്ന് പറയണം, നിങ്ങൾ പഠിക്കണം. ഓക്കെ, ആൻഡ് ഓക്കെ ഫൈൻ. ക്ലെൻസിങ് ബോഡി ആൻഡ് സ്പിരിറ്റ് എന്ന് പറയുന്നുണ്ട്. അല്പം നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ മനസ്സും ശരീരവും ഒക്കെ ഒന്ന് ശാന്തമാക്കി ഒന്ന് മാറ്റിയെടുക്കുക, നിങ്ങളെ തന്നെ ഒന്ന് മാറ്റി കൊണ്ടുവരിക നിങ്ങൾ. ഓക്കെ, മനസ്സിൽ നിന്ന് നെഗറ്റീവ് തോട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് വിട്ട് കളയുക. ആൻഡ് അഫർമേഷൻ ഫോർ ഹീലിംഗ് ദ ഹാർട്ട്. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓക്കെ ഈ വിഷമങ്ങൾ ഉണ്ടാവും ശരിയാണ്, പക്ഷേ ഉണ്ടോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടാവും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങളെ ഒന്നുമില്ലെങ്കിൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവും, നിങ്ങളെ കെയർ ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടാവും, നിങ്ങൾ മേ ബി ഒരു ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വേറെ റിലേഷൻഷിപ്പ് ആയിരിക്കാം, എന്ത് തന്നെ ആയിക്കോട്ടെ. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ വേറൊരു ലോയലായിട്ട് ആക്ച്വലി ഒരു നായും കിടക്കുന്നുണ്ട്. ഒരു ഫാമിലി പോലെയാണ് എനിക്ക് കാണുന്നത്. നിങ്ങളെ ഫാമിലിയൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട നിങ്ങൾ തനിച്ചായി പോകുമെന്ന് വിചാരിക്കരുത്. ഓക്കെ, ചില ടോക്സിക് റിലേഷൻഷിപ്പിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയാണ്, നമുക്ക് തോന്നും നമ്മൾ അത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും ഇല്ലാണ്ടായാലോ എന്നുള്ളൊരു തോന്നൽ വരും. പക്ഷെ അത് തെറ്റായ തോന്നലാണ്. ഓക്കെ, ഈവൻ കരിയറിലായാലും ഓക്കെ നിങ്ങൾ വിചാരിക്കും ആ ജോലി ഞാൻ വിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നുമില്ല, അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. ഓക്കെ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ യൂണിവേഴ്സ് ഉണ്ടാവും. ആൻഡ് മറ്റുള്ളവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും. ആൻഡ് പ്രത്യേകിച്ച് ഇത് എടുത്ത് പറയാൻ എനിക്ക് തോന്നുന്നു, കാരണം 2 തവണ വന്നുകൊണ്ട് കിങ് ഓഫ് കപ്സ് എനർജി കാണുന്നുണ്ട്. സോ നിങ്ങളെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. ഓക്കെ, അതൊരു അച്ഛനാവാം, ബ്രദറാവാം, ഫ്രണ്ട് ആവാം, ഈവൻ ഒരു പേഴ്സൺ ആവാം, ആരും ആയിക്കോട്ടെ. ഓക്കെ, അങ്ങനെ ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ആൻഡ് ഇവിടെയും അത് തന്നെയാണ് കാണിക്കുന്നത്. ദർ വിൽ ബി സംബഡി ടു സപ്പോർട്ട് യു. ഓക്കെ, ഒരിക്കലും നിങ്ങൾ തനിച്ചാവുമെന്ന് വിചാരിക്കേണ്ട. അഫർമേഷൻസ് ഫോർ ഹീലിംഗ് ദ ഹാർട്ട് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ അതിനിപ്പോൾ എന്താ പറഞ്ഞുതരാം, റിലേഷൻഷിപ്പ് ഹീലാവാനുള്ള ചില അഫർമേഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്നെടുത്ത് നിങ്ങൾ പറയാൻ ശ്രമിക്കാം. സോറി, എൻ്റെ തൊണ്ടെന്ന് വല്ലാതെ ഇതാവുന്നു, സംസാരിക്കാൻ കിട്ടുന്നില്ല, എന്താണെന്നറിയില്ല. ഓക്കെ, എന്തായാലും ലേൺ ഫ്രം ലൈഫാണ് നിങ്ങൾക്ക് ഇന്നത്തെ മെസ്സേജ് മെയിനായിട്ട്. ഓക്കെ, സോ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരുണ്ട്. ഓക്കെ, അത് ആരാന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയാം. ഓക്കെ, നിങ്ങൾക്ക് നല്ലതല്ലാത്തത് എന്താണെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയാം. അതിൻ്റെ സമയമാണ് ഇപ്പം നിങ്ങൾക്ക്. ഓക്കെ, സോ മറ്റുള്ളവരത് കാണുന്നുണ്ട്, നിങ്ങൾ കൂടി അത് തിരിച്ചറിയാൻ തുടങ്ങാം. ഓക്കെ, നിങ്ങൾ ഒരിക്കലും തനിച്ചായി പോകുന്നത് പേടിക്കരുത്, ടെൻഷൻ ആവരുത്. തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ നിൽക്കാനുള്ളവർ നിൽക്കും, അങ്ങനെയായിരിക്കും എപ്പോഴും. ഓക്കെ, എന്തായാലും ബ്ലെസ്സിങ്സ് ഉണ്ടാവട്ടെ, നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.